ഹായ് ഗൈസ്, ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റിക്കി ടോഫി പുഡിംഗ് ഓർ സ്റ്റിക്കി ഡേറ്റ് പുഡിംഗ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു ബൗളിൽ ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞത് 1 കപ്പ് ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം 300 ml ഒഴിച്ചു കൊടുത്തു. ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മൂടി മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിൽ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് ഷുഗർ, ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വിസ്കറും ഉപയോഗിക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ബീറ്റർ എടുത്തത്. ഇനി എഗ്ഗ് ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 3 എഗ്ഗാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, ഓരോന്നായിട്ട് എഗ്ഗ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്തു, അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ 3 എഗ്ഗ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മൈദ 1 കപ്പ് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മളുണ്ടാക്കിയ ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മൈദയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഒന്നുകൂടെ മാഷ് ചെയ്ത് ഈ മിക്സ്ചറിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട, ഒരു സ്പാച്ചുല കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഇരിക്കും ബാറ്റർ. ഇനി ഈ ബാറ്റർ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ അല്പം ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സെയിം ബാറ്റർ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തും എടുക്കാവുന്നതാണ്. ഓവനില്ലെങ്കിൽ നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ടിന്നിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. സ്റ്റീം ചെയ്യാനുള്ളത് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ബട്ടർ തടവിയിട്ട് ഈ ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ആവിത്തട്ടിൽ വെച്ചാണ് സ്റ്റീം ചെയ്തെടുത്തത്. അതിൻ്റെ ഒരു പിക്ചർ ഞാനത് നിങ്ങൾക്ക് കാണിക്കാം. മുമ്പ് ഉണ്ടാക്കിയതാണ്. ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലിരിക്കുന്നത് സ്റ്റീം ചെയ്തെടുത്ത കേക്കാണ്. ഇനി ഇതെല്ലാം ഞാൻ പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്തത്. ടോട്ടൽ ചെറിയ പാത്രങ്ങളിലുള്ളതെല്ലാം ഒരു 20 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആദ്യം എടുത്ത് മാറ്റി. പിന്നെ നമ്മുടെ ഈ വലിയ പാത്രത്തിലുള്ളത് ഒരു 10 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്യാൻ വെച്ചു. ഇതിനായിട്ടൊരു കാരമൽ സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ഇട്ടു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാരമൽ സോസ് ഉണ്ടാക്കുന്നതെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോസസ്സ് ചെയ്യുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. പിന്നെ നമ്മൾ സ്പാച്ചുല ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ് ചെയ്തു പോകും ഈ സോസ്. ഇപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് പാൻ എടുത്തൊന്ന് ചുറ്റി കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ഒരു 50 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റാവും. പാൻ ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റൗ ഓഫാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1/4 കപ്പ് ഹെവി ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹെവി ക്രീമും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് കൂടുതൽ സമയം ഇരുന്നാൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മുടെ കേക്ക് വലിയ ടിന്നിലുള്ളതും റെഡി ആയിട്ടുണ്ട്. ചെറുതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാനും എടുക്കുന്നത്. ഇതിലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ കാരമൽ സോസ് കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തത് നേരത്തെ. ഇത് സോസ് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കേക്കിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 സ്കൂപ്പ്
വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരമൽ സോസും ഐസ്ക്രീം എല്ലാം കൂടെ ഈ കേക്ക് അബ്സോർബ് ചെയ്യും. കേക്ക് നല്ല സോഫ്റ്റായി വരും. അങ്ങനെ നല്ല ടേസ്റ്റി ആവുന്നത് പുഡിങ്. അപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഓസ്ട്രേലിയയിലുള്ള എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തത്. താങ്ക്സ് നിത്തു ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്റ്റിക്കി ടോഫി പുഡിങ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.